സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം സർപ്രൈസും കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇന്ന് നമ്മുടെ ഒരു ഗ്യാസ് സ്റ്റവ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനാണോ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അല്ല ഗൈസ്, നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫും അല്ല കുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യാലിറ്റി, ആർക്കാണ് സർപ്രൈസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും? നമ്മൾ ഇന്ന് നമ്മുടെ ഷെഫിന് ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഷെഫിന് റെസ്റ്റ് നമുക്ക് കൊടുക്കാം അല്ലേ? ഷെഫ് ഇന്ന് കുക്കും ചെയ്യണ്ട. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് സർപ്രൈസസ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിക്കുക, അടിപൊളി, കഴിപ്പിക്കുക അല്ലേ? ഞാൻ ഇപ്രാവശ്യം അങ്ങോട്ടേക്കാണ് പറഞ്ഞത്, കഴിക്കുക കഴിപ്പിക്കാന്ന്. എല്ലാം പഠിച്ചു കഴിഞ്ഞു. കുറെ കാലായില്ലേ നമ്മൾ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഷോ ചെയ്യുന്നു. എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. പറയണ്ട. ട്രെൻഡ് ആണോ മാക്സി ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് അല്ലേ? അത് ഷെഫ് പുറത്തിറങ്ങി നോക്കിയോ ഇങ്ങനത്തെ സെയിം സിമിലർ അമ്മയുടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഡിസൈൻ ഒക്കെ. ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു, ഫാഷനബിൾ ആയിരുന്നു തോന്നുന്നു. ആണാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ? ഷെഫ് ഇത്രയും ഫാഷനബിൾ ആണെങ്കിൽ പിന്നെ ഷെഫിന്റെ അമ്മ എന്തായിരിക്കും? സ്കോർ ചെയ്ത് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു കുറച്ച് സമയത്തേക്ക് നിൽക്കാം. എന്താണ് ഇന്ന് കണ്ടിട്ടൊരു മാറ്റം തോന്നുന്നത്? അല്ല, ആകെ ഒരെടുപ്പല്ലേ ഉള്ളു. എന്തുകൊണ്ടായിരിക്കാം? ഇനി ഞാനെങ്ങാനും ആണോ കുക്ക് ചെയ്തിരുന്നത്? ആയിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നത്. പോയരുത്. ഞാനാണെങ്കിൽ ഷെഫ് ധൈര്യത്തോടെ നിൽക്കണം, അതല്ലേ? അപ്പം ഇന്ന് ഞങ്ങള് എല്ലാരും കൂടെ ഷെഫിനാണ് ഒരു സർപ്രൈസ് തരുന്നത്. എന്തായിരിക്കും കണ്ടിട്ട് തോന്നണു? എന്തോ ഡെസേർട്ട് ആണെന്ന് മനസ്സിലായി. ഡെസേർട്ട് ആണെന്ന് മനസ്സിലായി. ശരിയായി. നമ്മള് പഞ്ചസാരയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ഷെഫിന്റെ ഒരു ഫാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഫാൻ മാത്രല്ല, ഒരു ഷെഫും കൂടെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഷെഫിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആണ്. അപ്പൊ ഷെഫിന് ഒന്നും ഒരു പണിയില്ല. അപ്പൊ ഇന്നിനി പ്രശ്നമാവും. ഷെഫിന് പണിയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഇന്ന് ഞാനല്ല ടാർഗറ്റ്. ഓക്കെ, ഞാനല്ല ടാർഗറ്റ്. യെസ്. അപ്പൊ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഷെഫ് ഫസിഹ തൻസീൽ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഒരു കാര്യം ചെയ്യാം, ഷെഫ് അങ്ങോട്ട് നിന്നിട്ട് നമുക്ക് ഇന്ന് ആക്ച്വലി ഞാനാണ് കളർഫുൾ, നിങ്ങൾ രണ്ടും ബ്ലാക്ക് ആണ്. ഷെഫിനെ കാണുമ്പോ ഞാനൊക്കെ ഒരു അരികത്ത് മൂലൊക്കെ മാറിയിരിക്കേണ്ട ആളാണ്. എല്ലാവരുടെ കയ്യിലും അതിന്റെ ഒരു അനുഗ്രഹമുണ്ട്. ഷെഫിനെ കാണുമ്പോൾ ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തരണമെന്ന് വിചാരിച്ച. അപ്പൊ ഒരു അറബിക് ഡെസേർട്ട് ആയാലോ? അടിപൊളി, നല്ല കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി റഷ്യൻ ഡെസേർട്സിനോടാണ് കൂടുതൽ താല്പര്യം. അത് താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? ഒന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ബേസിക്കലി ഹോം ഷെഫ് തന്നെയാണ്. പിന്നെ ഒരു എന്റർപ്രണർ ആണ്. ദുബായിലൂടെയൊക്കെ ആയിട്ട് ലുലു അതുപോലെ മാതൃഭൂമിയൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഹോം ഷെഫാണ്, ചെറുതാണ്, ഓണ്ടർപ്രണറാണ്, പിന്നെ ദുബായിലൊക്കെയാണ്, അബ്ദുള്ളയാണ്, പിന്നെ ഷെയ്ഖ് അബ്ദുള്ളയാണ്, പിന്നെ ജഡ്ജായിട്ടൊക്കെ ദുബായ് ലുലുലൊക്കെയാണ്. ചെറിയ വ്യക്തിത്വമാണ്. ഇങ്ങനെ സില്ലി ആയിട്ട് ഒരാളാണ് നമ്മളെ ഫാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡെസേർട്ടിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ഇന്നത്തെ ഡെസേർട്ട്? ഇന്നത്തെ ഡെസേർട്ട് ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ലയാലി ലുബ്ന. മിഡിൽ ഈസ്റ്റിലൊക്കെ ഫേമസ് ആണല്ലോ ഇത്. അപ്പൊ ഷെഫിന് വേണ്ടി അതാണ് ഇന്നത്തെ. ഏത് റീജിയനിൽ നിന്നാണ് ബേസിക്കലി ഒറിജിനെ പറ്റിയും? മിഡിൽ ഈസ്റ്റിലാണ് ഇത് ഒറിജിൻ ഇതിന്റെ. അതെ, മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റ് കിടക്കുകയല്ലേ, അറേബ്യൻ, സൗദി അറേബ്യൻ വരും. അതൊക്കെ ചോദിച്ച് എന്നെ കുഴപ്പിക്കുക. ബേസിക്കലി ഇതൊരു ലെബനീസ് ഡെസേർട്ട് ആണ്. പിന്നെ അത് ബേസിക് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് സെമോലിന. അതായത് നമ്മുടെ നാട്ടിലെ റവയൊക്കെ വെച്ച് ചെയ്യുന്ന പുഡിംഗ് ആണ് ബേസിക്കലി. ഉപ്പുമാവ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മള് അല്ലേ സൂപ്പർ എക്സൈറ്റഡ് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. പുള്ളിക്കാരി പേരൊക്കെ ഭയങ്കര സംഭവം. അയ്യേ, സെമോലിന എന്ന് പറഞ്ഞാൽ ഉപ്പുമാവല്ലേ? ഇനി അത് വല്ലതും ആണോ? ഓൾറെഡി എന്നോട് പറഞ്ഞു ഉപ്പുമാവല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ്. നല്ല ടേസ്റ്റ് ആണ്. ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കണ്ട, കാരണം രുചിച്ച് രസം കിട്ടത്തില്ല. തുടങ്ങിയാലോ? ഇത് ആദ്യം തന്നെ നമ്മൾ റവ എടുത്തിട്ട് ഉപ്പുമാവ് കേട്ടോ. ഉപ്പുമാവിന്റെ റവ ആദ്യം മിൽക്കാണ്. ആദ്യം മിൽക്കാണ്. ഓക്കെ,
മിൽക്ക് എത്രത്തോളമാണ് നമ്മൾ എടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 കപ്പ് മിൽക്കാണ് എടുക്കണമെങ്കിൽ 1/4 കപ്പ് ഒരു റവ, ആ ഒരു അളവാണ് കറക്റ്റ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മെഷർമെന്റ് കൂട്ടാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് മിൽക്ക് ചൂസ് ചെയ്യുമ്പോൾ വളരെ ക്രീമി ആയിട്ടുള്ള 100% ഫാറ്റ് ഉള്ള മിൽക്ക് തന്നെ ചൂസ് ചെയ്താൽ ഡെസേർട്ടിന് എപ്പോഴും ആ മധുരം കിട്ടിയാൽ അത് എങ്ങനെയാണ് പിന്നെ മാം ഈ ഷെഫിലേക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് പണ്ടോട്ടേ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 7-8 വർഷമായി ഇതിലേക്ക് വന്നിട്ട്. അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ. അതായത് ഒരിക്കൽ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ കണ്ടു. അപ്പോൾ നോർമലി ഫേസ്ബുക്കിലൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ റെസിപ്പി പോസ്റ്റ് ചെയ്താലോ. അപ്പം അതെങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള എത്ര വർഷം മുമ്പായത്? ഒരു 2017 നമ്മൾ ആദ്യം പാലൊഴിച്ചു, പിന്നെ മെഷർമെന്റ് തെറ്റും. ഒരു മിനിറ്റ്, മെഷർമെന്റ് തെറ്റ് ചെയ്ത് പണിക്കും. നമുക്ക് റവയും കൂടി ഇട്ടിട്ട് സംസാരിച്ചു തുടങ്ങാം. റോസ്റ്റഡ്. ഇത് ചൂടായി കഴിഞ്ഞാലേ നമ്മുടെ റവ കട്ട പിടിക്കുമല്ലോ, അതിനു മുമ്പ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിലായിരുന്നു ഞങ്ങളുടെ കൊച്ചിയിലെ സ്പെഷ്യൽ പുട്ടുണ്ട്, മണിപ്പുട്ട് എന്ന് പറയും. നൂല് പോലെ ഇങ്ങനെ വരും. അപ്പൊ ഞാനിങ്ങനെ കണയിലേക്ക് ഇടുന്ന ഒരു ചോട്ടുണ്ടല്ലോ, ഇങ്ങനെ നൂല് പോലെ, ജസ്റ്റ് അത് മാത്രമേ പോസ്റ്റ് ചെയ്തോളൂ. കുറെ ലൈക്കും കമന്റ്സും കിട്ടിയത്. ആ ടൈമിൽ ഇത്ര നൂൽപുട്ടൊന്നും വലിയ ഫേമസ് അല്ല. അപ്പൊ എനിക്കൊരു എന്താ പറയാ, അപ്പൊ എന്തൊക്കെ സംഭവം നമുക്ക് ചെയ്ത കിട്ടും, ലൈക്കെങ്കിൽ ലൈക്ക് കിട്ടിയല്ലോ. പിന്നെ അവിടെ നാട് തുടങ്ങി ഒരു പിടുത്തം. സ്വന്തമായിട്ട് ഞാൻ ഇരുന്നു, അതെ, സ്വന്തമായിട്ട് ചിന്തിച്ചു, അതെ, അല്ലെ, ഒരു നൂൽപൊട്ടിന്റെ ഫോട്ടോ ഇട്ടു, ഒരു രാത്രി സ്റ്റാറായി. ഇതൊക്കെ എല്ലാവർക്കും നിങ്ങൾ നാളെ തൊട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. എന്താ ആഡ് ചെയ്ത് നോക്കണം? പഞ്ചസാര. പഞ്ചസാര 2 സ്പൂൺ ഇട്ടോ. പാൽപ്പൊടി ഇടുമ്പോണ്ടല്ലോ, കാര്യം പാലിലാണ് ഉണ്ടാക്കുന്നെങ്കിലും പാൽപ്പൊടി ഇടുമ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയി കിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് തിക്കാവാം. കാരണം ഇതിനകത്ത് കാൽക്കുലേഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെ, ഞാൻ തമാശ പറഞ്ഞ് പാവപ്പെട്ട കുട്ടിയെ ഞാൻ തെറ്റിച്ചാൽ അത് മോശമാണ്. അത് ആ ഗെയിമല്ലല്ലോ ഇന്ന് നടക്കുന്നത്, അല്ലേ? നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് അപ്പൊ ഇതിനകത്ത് കൂടെ നിന്ന് കറക്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. ഷെഫ് നന്നായിട്ട് പ്ലാൻ ചെയ്തു. അതെ, അപ്പൊ ഞാൻ പാവപ്പെട്ട കുട്ടിയെ ഞാൻ 2 തമാശ റോസ് വാട്ടർ ഒഴിച്ചു സമയത്ത് നിൽക്കുക, വേറെ എങ്ങും മൈൻഡ് കാണത്തില്ല. എത്ര സ്പൂൺ ടീസ്പൂൺ ആണ്? 1 സ്പൂൺ മതി. 1-1.5 അധികമായാല് അമൃതവും വിഷം. അപ്പൊ നമ്മൾ അതിന് ശേഷം ഒരു 1.5 സ്പൂൺ ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്, അല്ലേ? ഇനി ഇടണം. നല്ല മണമുണ്ട്. ആ പാലും ബട്ടറും റോസ് വാട്ടറും എല്ലാം കൂടെ ഇങ്ങനെ കുറുകിയിട്ടുള്ള നല്ലൊരു, നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതെ, അതുകൊണ്ട് ശകല ഉപ്പ് തലയിൽ ചുറ്റി കളയണമെന്ന് ഞാൻ വിനീതമായ അല്ലെങ്കിൽ ഷെഫ് ഇതാക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പം ഇനി എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? കഴിക്കാൻ സമയമായിട്ടില്ല ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്നാലും കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യും. അതാ, കുറച്ച് സോൾട്ട് ഷെഫ് ഇട്ടു. അല്ല, അയ്യോ ദൈവമേ, ആ കൈയുടെ പുണ്യമാണ് നമുക്ക് അറിയേണ്ടത്. കുറച്ചൊരു തരിക്ക് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഏതൊരു ഡെസേർട്ട് ചെയ്യുമ്പോഴും ഒരു നുള്ള സോൾട്ട്, ഏതൊരു സ്പൈസി കറി ചെയ്യുമ്പോഴും ഒരു നുള്ള ഷുഗറും അതൊരു ടിപ്പാണ്. ന്യൂട്രലൈസ് ചെയ്യാൻ അങ്ങനെ അല്ല, അതൊരു ശാസ്ത്രമാണ്. കൂടുതൽ ചോദിക്കണ്ടേ, ചെയ്താൽ മതി. അങ്ങനെ നൂൽപുട്ടിന്റെ ഒരു ഫോട്ടോ ഇട്ടണം വരാൻ നമ്മൾ നിന്നത്. അപ്പൊ പറഞ്ഞത് കണക്ക് തെറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചത് പിന്നെ ഞാൻ ഓൺലൈൻ കാണുന്ന ഏത് കോമ്പറ്റീഷനും ജോയിൻ ചെയ്യും. അങ്ങനെ കിട്ടിയതാണ് മലബാർ അടുക്കള എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. മലബാർ അടുക്കള 5 ലക്ഷം പേരുകളുണ്ട്. അതില് ഒരു നാടൻ റെസിപ്പി ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടി. 100-200 പേര് അതിലുണ്ടായിരുന്നു ആ കോമ്പറ്റീഷനിൽ. ഏത് വർഷം? 2018. അപ്പൊ അതിന് ഫസ്റ്റ് കിട്ടി. നമ്മൾ ഫാമിലി ആയിട്ട് ഒരു മലേഷ്യൻ സിംഗപ്പൂർ ട്രിപ്പ്.
അടിപൊളി. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ പ്രൈസ്. പിന്നെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ല പിന്നെ വിട്ടുകൊടുക്കൂലല്ലോ, പിന്നെ ഒരു ഓട്ടമാണ് ഓടുന്നതാണ് ഓരോ പ്രാവശ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓരോ സമുദായത്തിനും ഓരോ ഡിഷസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് ഈ പറഞ്ഞ കണക്ക് ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ നോമ്പ് കാലത്തുള്ള ഡിഷസ് ഉണ്ടല്ലോ. നമ്മുടെ കൊച്ചിയിൽ ഫേമസ് ആയിട്ടുള്ളത് കട്ട്ലേറ്റ്, അതിനോടൊപ്പം തന്നെ ഈ വെള്ളപ്പം ഉണ്ടല്ലോ, അത് പൊതിഞ്ഞിട്ട് കഴിക്കുന്നത്. വെള്ളപ്പം ഇങ്ങനെ വെച്ചിട്ട് കട്ട്ലേറ്റ് അതിൽ വെക്കാം, എന്നിട്ട് അത് മൊത്തം ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ തന്നെ. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ചൂടൊക്കെ മാറിയാൽ അതിന്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബേസ് റെഡി ആയി നമ്മൾ ഇനി പ്ലേറ്റ് ചെയ്യാൻ തുടങ്ങുവാണോ? അതെ അതെ. ഓക്കെ. ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് മാറ്റാല്ലേ? ഓക്കെ. ഇതിന്റെ ഫസ്റ്റ് ലെയർ ആണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ടാണ് ഇതിന്റെ മേലെ വിപ്പിംഗ് ക്രീം കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അത് മെൽറ്റായി പോകുമല്ലോ. നമ്മൾ ബേസ് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്. ഒന്ന് തണുത്താലേ അതിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കാൻ പറ്റും. ഒരു ബൗളും ഇതിലേക്ക് തന്നെ ഒരു മെഷർമെൻറ്റിൽ പഞ്ചസാരയും കറക്റ്റാക്കിയിടാം. അപ്പോൾ കറക്റ്റ് കിട്ടും. കറക്റ്റ് ലെവലെടുത്താൽ മതി വെള്ളവും ഷുഗറും. ഓക്കെ. ഷുഗർ സിറപ്പിന്റെ മേക്കിംഗ് ആണ്. കുറച്ച് ഉപ്പിട്ടിട്ടു. അല്ല ഉപ്പിട്ടില്ല, ഉപ്പിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിടുന്ന പോലെ തോന്നി. ഇതൊന്നും വിശ്വസിക്കരുത്, ഇങ്ങനെ പല തെറ്റിക്കരുത്. ഇന്ന് തെറ്റിക്കാൻ നിൽക്കുകയാണ്. എന്റെ ജോലി എന്ന ഐശ്വര്യമായിട്ട് നേഹ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്താ ഐശ്വര്യമായിട്ട് നേഹ ചെയ്യുന്നു? എന്റെ പരിപാടി തെറ്റിക്കുക. അതെ, ഇന്ന് ഞാനാണ് തെറ്റിക്കുക. അമ്മയുടെ മാക്സി എടുത്തിട്ടുണ്ട് വന്നിരിക്കുക. എന്താണ് ഷെഫ്? കുറച്ച് ലൈമും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അതിന്റെ തൊട്ട് ഇച്ചിരി ലൈമും കൂടെ. അങ്ങനെയുള്ള ജോലിയൊക്കെ നേഹ ഏൽപ്പിച്ച് കളഞ്ഞു തരും കേട്ടോ. ഒരു പീസ് മതി. അതും കൂടെ ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോ എടുത്താൽ മതി അല്ലേ? കാരണം ആ സ്കിന്നിനകത്ത് നിന്ന് കിട്ടുന്ന ഫ്ലേവർ ഒരിക്കലും ആ ജ്യൂസിന് വേറൊരു ഫ്ലേവർ കിട്ടും അല്ലേ? ചെറിയൊരു കയ്പും നല്ലതാണ്. ഒരു പൊടിക്ക് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഫ്ലേവർ ഇട്ട് ആ ഒറിജിനൽ സ്കിന്നിന്റെ ഫ്ലേവർ വരും. സ്കിന്നിനകത്ത് ഒരുപാട് നേരം ഇടണ്ട, ഒരുപാട് നേരമൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മളെ വിളിക്കരുത്. ഞാൻ ഉത്തരവാദിയല്ല. നേഹയുടെ നമ്പർ ഇതായിക്കൊണ്ടിരിക്കേണ്ടതിന് തന്നെ മാറ്റിയാണ്. ഷുഗറിലിട്ടത് കൊണ്ട് എടുത്ത് കഴിച്ചു കളയരുത്. ഇല്ല. ഇതിലേക്ക് ഇനി നമ്മുടെ സ്മെല്ലടിപ്പിക്കുന്ന ഐറ്റം അതേതാണ്? നമ്മുടെ റോസ് വാട്ടർ ചെക്ക് ലിസ്റ്റ് ഡൺ. പനിനീര് തളിയാനേ അതുപോലെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല സിറപ്പ്, നല്ല ചെറിയൊരു തിക്കില് വരട്ടെ. ഇതൊന്ന് കുറുകിയിട്ട്. അതെ. എന്താണ് അങ്ങോട്ട് പോവാ? ആണോ? ഇങ്ങോട്ട് വന്ന് കണ്ടോ? ഇങ്ങോട്ടേക്കാണോ? നേഹയുടെ അടുത്തോട്ടാ. ഭയങ്കര സ്നേഹം. അതിനറിയാം ആരെ സ്നേഹിക്കണം. ഷെഫിന്റെ അടുത്തേക്ക് നല്ല പിസ്ത നോക്കട്ടെ. ഞാൻ നോക്കിയോ? കഴിഞ്ഞു. ഷെഫാണ് എടുത്തത്. ഇതിപ്പോ ഞാനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കേക്കായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചു. ഒന്നും അതുകൊണ്ട് മാറ്റി ഇപ്പുറത്ത് വെച്ചത്. ഇത് അവിടെ ഇരുന്നോന്ന് വെച്ചോ. എങ്ങനെ അറിയോ? ഞാനൊന്ന് തിന്നോട്ടെ. ഞാൻ തുടങ്ങുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ചോദിക്കും. പാട്ട് ബിരിയാണി കഴിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ വരണം. ഇതിനെ കുറിച്ച് ഷോയിൽ വന്നാൽ മതി. അതെ, ബിരിയാണി അത് ഏത് നമ്മൾ ഏത് സ്പെഷ്യൽ ബിരിയാണിയാണ്? വാഴപ്പൂരിൽ ഫിഷ് ബിരിയാണി. അത് മതി. വാഴപ്പൂരിനകത്ത് അടിപൊളി. ബിരിയാണിയുടെ
നമ്മളെ ബിരിയാണിയാണ് ഫേവറേറ്റ് ഫുഡ്. നാടൻ ബിരിയാണി വെറൈറ്റി കഴിക്കണമെങ്കിൽ അതെ നമ്മളെ വിഷയം നമ്മളിങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മുടെ ഡെസേർട്ടിന്റെ പ്ലേറ്റിംഗിലേക്ക് നമ്മൾ പോവാണ്. ഓൾറെഡി നമ്മൾ ഫ്രീസ് ചെയ്യാൻ നേരത്തെ വെച്ചത് നമ്മൾ ഇച്ചിരി തണുപ്പായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നമ്മൾ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, വിപ്പിംഗ് ക്രീമും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പ്ലേറ്റ് ചെയ്യാം. നമുക്ക് വിപ്പിംഗ് ക്രീം ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടാണോ വിപ്പ് ചെയ്യുന്നത്? അല്ല ഇതിൽ തന്നെ. എന്നിട്ട് ഇതിൽ നിന്ന് സെർവ് ചെയ്യുമ്പോൾ എടുത്തു. സെറ്റ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് റെഡിയാക്കാണ്. ഇനി നമുക്ക് ഇനി അല്ലേ ഗാർണിഷിംഗിലേക്ക് പോകണം. ഗാർണിഷിംഗിലേക്കാണ് എന്താണ് പിസ്ത ക്രഷ് ചെയ്തെടുത്തതാണ്. അറബികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. ഇത്രയും ഇട്ടോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പൊ ഇട്ടോ കുഴപ്പമില്ല, ബാക്കി കാര്യം കൊണ്ടുപോകുന്നല്ലേ. കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല മണം, കഴിക്കാനും നല്ല ഭംഗിയായിരിക്കും ഒബ്വിയസ്ലി. ഓക്കെ, നമുക്കപ്പോൾ അത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചാൽ അതെ. അപ്പൊ ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാണ്. ലാസ്റ്റ് സ്റ്റെപ്പ്. മോനെ അതെ, ഇവിടെ എവിടെയോ കായലില് വെള്ളം അടിക്കുന്ന സെറ്റ് പോവാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു ബ്യൂട്ടിഫുൾ ഡെസേർട്ട് ആണല്ലേ, ഭയങ്കര ഭംഗിയുണ്ട്. വളരെ ഷോർട്ട് ടൈമിലാണ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇതിനൊരു 45 minutes 1 hour മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഷിനെ നമ്മളിവിടെ ഇങ്ങനെ എടുത്ത്, അതെ സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുൾ ആണ്. ആദ്യം തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? കറക്റ്റ് ടേസ്റ്റ് ഷെഫ് പറയുന്നത്. എങ്ങനെയുണ്ട് ഷെഫ്? അടിപൊളി. അടിപൊളി. ആ റോസ് വാട്ടറും അതിന്റെ നോട്ട്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കറക്റ്റ് വന്നിട്ടുണ്ടല്ലോ, അടിപൊളി, ഒന്നും പറയാനില്ല. കുട്ടി എന്റെ ഒരു ഫാൻ. നമുക്ക് നേരെ മറന്നിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഷെഫിനും ഡെസേർട്ട് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. സൂപ്പർ, എല്ലാത്തിനും ഫ്ലേവർ ഭയങ്കര. വളരെ കുറഞ്ഞ സമയമുണ്ട് അല്ലേ? വളരെ കുറഞ്ഞ സമയം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വീട്ടിൽ ചെയ്ത പേര് നോക്കുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവം, പക്ഷെ സംഭവം റവ, വിപ്പിംഗ് ക്രീം, പിന്നെ ആ സിറപ്പ് കറക്റ്റ് ടേസ്റ്റിൽ വന്നിരുന്നു. ഇതിന്റെ ലെമണിന്റെ ആയാലും റോസ് ഫ്ലേവറിന്റെ അധികം ആകരുത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഷെഫിന് വേണ്ടി നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്തു. എനിക്ക് ഷെഫിനെ കണ്ടപ്പോ തന്നെ എന്റെ എല്ലാം പോയിരിക്കണം. പക്ഷെ ഷെഫ് ഉണ്ടല്ലോ ഇങ്ങനെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന എന്നെ എനർജി കയറ്റിക്കൊണ്ടിരുന്നു. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നല്ല എനർജറ്റിക് ഹ്യൂമൻ ബീങ്. അതാ ലുക്ക് മനപ്പൂർവ്വം ഇടുന്നു, ടഫാന്ന് വിചാരിച്ചോട്ടെ. പക്ഷെ ഉള്ളിലൊരു ചെറുതായിട്ടത്. അപ്പൊ എന്തായാലും ഞാൻ പേടിപ്പിക്കാൻ ചെറുതായിട്ട് കൊച്ചെന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഒരു പാവം കുട്ടി വരുന്നുണ്ട്, പേടിപ്പിക്കരുത് ഷെഫ്. അതെ, സർപ്രൈസ് ആയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അല്ലേ? ഇനി അങ്ങനെ പറ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഗസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കണ്ടേ? അതെ, അതും ഒരു ഫീമെയിൽ ഷെഫാണ് ആദ്യം വന്നിരിക്കുന്നത്. അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയിൽ ഒരു ഫീമെയിൽ ഷെഫ് വരുന്നത്. നമ്മളെ തട്ടകത്തിൽ കയറി പണിയെടുത്തത് അല്ലേ, നമ്മളെ ഞെട്ടിച്ചത്. അപ്പൊ അതെല്ലാം വെച്ചോണ്ട് ഒന്നുകൂടെ കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇനി ഗിഫ്റ്റ് സെഷനിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഫാം ഗ്രെയിനിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഈറ്റ് പ്യുവർ ലിവ് സ്ട്രോങ്ങർ. അപ്പൊ അതിന്റെ നമ്മുടെ ഫാം ഗ്രെയിനിന്റെ
ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ ഓക്കെ 2 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ദീപം ഫുഡ് പ്രൊഡക്ട്സിന്റെ പിക്കിൾ ജാം സോസ് ഒക്കെ പറയപ്പെടുന്നത് മിസ്ബ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഇതിലാണ്. അപ്പം അടുത്തത് നമ്മുടെ വെസ്റ്റേൺ ദ ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ്. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടാണ്. അപ്പൊ നമ്മുടെ മേജർ പുട്ടുപൊടി മൊത്തം പുട്ടടിച്ച് ജീവിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു. നല്ലൊരു ഡെസേർട്ട് ഒക്കെ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇനിയും കുറച്ച് വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരാമല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പം അല്ലെ കുറേ കൂടി വെറൈറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു ഷെഫ് നളൻ ആൻഡ് ഷെഫ് ഫസിഹ തൻസീൽ. ബൈ ബൈ.